സ്ഫോടനം നടന്ന ഇടത്ത് വീണ്ടും പരിശോധനകൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. അവിടെ NIA ഉദ്യോഗസ്ഥർ വീണ്ടും എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമുണ്ട്. ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രിയുടെ വസതിയിൽ യോഗം പുരോഗമിക്കുകയാണ്. തന്ത്രപ്രധാന ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. ജമ്മു കാശ്മീർ DIG അടക്കം പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് സാഹചര്യം. കിരൺ ബാബു നമുക്ക് കിരൺ, സുരക്ഷാ വീഴ്ചയോ എന്ന ചോദ്യം ചിലരെങ്കിലും ഉയർത്തുന്നുണ്ട്. ഒരുപക്ഷെ അത് ചർച്ച ചെയ്യാൻ സമയമായോ എന്ന വിഷയം അവിടെ നിൽക്കുകയാണ്. കാരണം രാജ്യം ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്താണ് ഭീകരാക്രമണമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ച് ഭീകര പ്രവർത്തനങ്ങളുടെ ഒരു നീക്കമുണ്ടാകും എന്ന ചില സൂചനകൾ ഇന്റലിജൻസ് വൃത്തങ്ങൾക്കുണ്ടായിരുന്നു എന്നതാണ് അനൗദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്ക് സുരക്ഷാ വീഴ്ച ചർച്ചയ്ക്ക് സമയമായിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? സജിത്തെ, സ്വാഭാവികമായും ഒരു സ്ഫോടനം നടക്കുമ്പോൾ സുരക്ഷാ വീഴ്ചയൊക്കെ ചർച്ചയാവുക സാധാരണമാണ്. അങ്ങനെ എന്ന് പരിശോധിക്കുകയും വേണം. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ ഭീകര സംഘടനകളുടെയൊക്കെ ഏറ്റവും അവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി ഉണ്ട്. എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. സാധാരണഗതിയിൽ ഏത് ഭീകര സംഘടനയാലും ഇപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായും ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്ന ഈ ജെയ്ഷെ മുഹമ്മദ്, ഇപ്പോൾ സംശയിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ആയാലും ലഷ്കർ ഇ തൊയ്ബ ആയാലും ഈ സംഘടനകളെല്ലാം തന്നെ പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ കാശ്മീരിനെ സ്വതന്ത്രമാക്കുക, ഒരു ഇസ്ലാമിക് രാജ്യം ദക്ഷിണേഷ്യയിൽ സ്ഥാപിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സംഘടനയാണ്. ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിൽ അത് ISI ആണ് ജെയ്ഷെ മുഹമ്മദിന് രൂപം നൽകിയത് എന്നുള്ളതൊക്കെ ആണ് പ്രധാനമായും. ആ തരത്തിലേക്ക് തന്നെയാണ് വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരുന്നതുമെല്ലാം. എന്തായാലും ISIക്ക് അതിൽ കൃത്യമായ തന്നെ പങ്കുണ്ട് എന്നത് ലോകത്തിന് തന്നെ വ്യക്തമാണ്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെയും നിരോധിച്ച ഒരു സംഘടന കൂടിയാണ് ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പുൽവാമ ഭീകരാക്രമണത്തിലൊക്കെ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ പങ്ക്, അന്ന് സൈനികർക്ക് നേരെ നടത്തിയ ആക്രമണത്തിലൊക്കെ ജെയ്ഷെ മുഹമ്മദിൻ്റെ പങ്ക് ശക്തമായിരുന്നു. പക്ഷേ ഒന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കണം, ഈ സുരക്ഷാ വീഴ്ച എന്നൊക്കെ പറയുമ്പോഴും ഒരു രാജ്യത്ത് സ്ഫോടനം ഏത് തീവ്രവാദ സംഘടനയും അവർ സാധാരണയായി ഇന്റലിജൻസ് ആവശ്യമായത് മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ഫോടനം നടത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ചാവേറുകളാവാൻ കുറച്ച് ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ ആ രാജ്യത്തേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായും കാര്യമായി ഇന്റലിജൻസ് ഇല്ലാതെ അവർക്ക് സ്ഫോടനം നടത്താൻ കഴിയും. ആദ്യഘട്ടത്തിലും ഒരു ഭീകര സംഘടന തുടങ്ങുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ അവർ വരവറിയിക്കാൻ വേണ്ടി ലോകത്താകമാനം ചെയ്യുന്ന ഏത് ഭീകര സംഘടനയാലും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലേക്കുള്ള ഒരു ആക്രമണം നടത്തുക എന്നുള്ളതാണ്. മാർക്കറ്റ് പ്ലേസുകളിൽ പ്രധാനമായി ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന സമയങ്ങളിൽ സ്ഫോടനം നടത്തുക. ഇന്നലെ ഈ സ്ഫോടനം നടത്തിയതിൻ്റെ സമയവും അതോടൊപ്പം തന്നെ ആ സ്ഥലവും എല്ലാം പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം. ആ സമയത്തൊക്കെ അവിടെ വൻ ജനക്കൂട്ടമാണ്. ഈ ആളുകളെയൊക്കെ ഒരാളിനെ തള്ളിയിടാതെ, ഒരാളുടെ ദേഹത്ത് കെട്ടാതെ അടുത്ത ആളിന് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് ആളുകൾ നിറയുന്ന ഒരു സമയമാണ് വൈകുന്നേരത്തെ സമയം എന്നൊക്കെ പറയുന്നത്. ആ റെഡ് ഫോർട്ടിനോട് ചേർന്നുള്ള സ്ഥലമൊക്കെ വലിയ തോതിലേക്കുള്ള പ്രധാനപ്പെട്ട രണ്ട് മാർക്കറ്റുകൾ തൊട്ട് കീഴിൽ തന്നെയുണ്ട്. ഈ മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർ, ഇന്നലെ റെഡ് ഫോർട്ട് അവധിയായതുകൊണ്ട് എന്തായാലും സഞ്ചാരികളുടെ എണ്ണത്തിൽ ചിലപ്പോൾ ആ ഭാഗത്ത് കുറവുണ്ടാവും. പക്ഷേ ഈ മാർക്കറ്റ് വലിയ തോതിലേക്ക് ആളുകൾ എത്തുന്ന മാർക്കറ്റുകളാണ്. ആ മാർക്കറ്റുകളിലേക്ക് എത്തുന്ന ആളുകളൊക്കെ വലിയ തിരക്കുള്ള സ്ഥലമാണ്. ആ തിരക്കുള്ള സ്ഥലത്ത് ഏതെങ്കിലും ഒരു വാഹനത്തിൽ സ്ഫോടക വസ്തുവായിട്ട് പോവുക, ആ വാഹനം അവിടെ വെച്ച് പൊട്ടിത്തെറിപ്പിക്കുക, ഇതാണ് പലപ്പോഴും ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഫോടനങ്ങളിലൊക്കെ, പ്രധാന സ്ഫോടന പരമ്പരകളിലൊക്കെ ചിത്രം പരിശോധിച്ചാൽ അതാണ് ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്നത്. അത് കാരണം കുറച്ച് ഇൻ്റലിജൻസ് മതി അതിന്. അവിടെ എത്താൻ തയ്യാറായ ചാവേറുകളായ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ താരതമ്യേന കുറഞ്ഞ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു സ്ഫോടനം നടത്താം. എന്നാൽ നേരെ മറിച്ച് റെഡ് ഫോർട്ടിലേക്ക് നടത്തിയ സ്ഫോടനങ്ങൾ, റെഡ് ഫോർട്ടിൽ നടത്തിയ സ്ഫോടനം ഡിസംബർ 22 റെഡ് ഫോർട്ടിൽ നടത്തിയ സ്ഫോടനം, അതോടൊപ്പം തന്നെ 2001 ഡിസംബർ 13 പാർലമെൻറ്റിൽ നടത്തിയ ആക്രമണം, ഇത്തരം ഒരു ആക്രമണം നമുക്ക് നടത്തണമെങ്കിൽ താരതമ്യേന വലിയ ഇൻ്റലിജൻസ് ആവശ്യമാണ്. കാരണം ഇതെല്ലാം അതീവ സുരക്ഷാ മേഖലയാണ്. പലതരത്തിലുള്ള സുരക്ഷാ മതിലുകൾ കടന്നു മാത്രമേ അകത്തേക്ക് കടക്കാനാവൂ. ഇപ്പോൾ ഈ തെരുവിൽ സ്ഫോടനം നടത്തണമെങ്കിൽ തെരുവിൽ മറ്റേത് സാധാരണ മനുഷ്യനും കടന്നു വരുമ്പോൾ ഉണ്ടാകാവുന്ന സുരക്ഷാ പരിശോധന, അത് ജനറലായ ഒരു സുരക്ഷാ പരിശോധനയാണ്. അതിനപ്പുറത്തേക്ക് ഉള്ള സുരക്ഷാ പരിശോധനകൾ, ഓരോരുത്തരെ ഇൻഡിവിജ്വലായി നിർത്തിക്കൊണ്ടുള്ള സുരക്ഷാ പരിശോധനകളോ അല്ലെങ്കിൽ വാഹനം തുറന്നുള്ള പരിശോധനകളോ ഒന്നും ഉണ്ടാവുന്നില്ല. അതേസമയം പാർലമെൻറ്റ് ആക്രമണം നടത്താൻ ഒരു ഭീകര സംഘടന തീരുമാനിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റിലേക്ക് എങ്ങനെ കയറും എന്നടക്കമുണ്ട്. പാർലമെൻറ്റിൻ്റെ ഏകദേശം മതിലിൻ്റെ ഒരു 500 മീറ്റർ ചുറ്റളവിൽ വരുമ്പോൾ തന്നെ എല്ലാ വാഹനങ്ങളും പൂർണ്ണമായും സുരക്ഷാ ജീവനക്കാരുടെ ഒരു നിരീക്ഷണത്തിലാവും. പ്രത്യേകിച്ച് പാർലമെൻറ്റ് ഏത് ഗേറ്റിലേക്ക് കടക്കണമെങ്കിലും ആ ഗേറ്റിലെല്ലാം തന്നെ അതിശക്തമായ കർശനമായ പരിശോധനയുണ്ട്. അത് ആളുകൾ നേരിട്ടുള്ള പരിശോധനയുണ്ട്. വലിയ സ്കാനറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. വാഹനങ്ങളകത്തേക്ക് മുൻകൂർ അനുമതിയില്ലാതെ വാഹനങ്ങളകത്തേക്ക് കടത്തിവിടുന്ന വാഹനങ്ങൾ തന്നെ പൂർണ്ണമായും അതിൻ്റെ വാഹനങ്ങളുടെ അടിഭാഗമടക്കം ഉൾഭാഗമടക്കം പരിശോധിച്ച ശേഷം മാത്രമേ കടത്തിവിടുകയുള്ളൂ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആരുടെയെങ്കിലും പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ സഹായം വേണം. അല്ലെങ്കിൽ MP മാരുടെയോ മന്ത്രിമാരുടെയോ ഒക്കെ സഹായമില്ലാതെ അവർക്ക് അങ്ങനെ അകത്ത് കടക്കാൻ അത്ര എളുപ്പമല്ല. അതങ്ങനെ ഇടിച്ച് തകർത്ത്
അകത്ത് കടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഫ്രണ്ടിൽ വലിയ ഗേറ്റ് കടന്നാൽ പിന്നീട് വാഹനങ്ങൾ കടന്നു വന്നാൽ അതിനെ തകർക്കാനുള്ള ഇരുമ്പിൻ്റെ വലിയ തൂണുകൾ, പെട്ടെന്ന് തന്നെ ഉയർന്നു വരുന്ന തൂണുകളുണ്ട്. അതിനുശേഷം പിന്നീട് ഈ വാഹനങ്ങളുടെ ടയറുകൾ കീറിപ്പോകുന്ന തരത്തിലേക്കുള്ള ടയറുകൾ കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ മൂർച്ചയുള്ള ആയുധങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരും. അങ്ങനെയൊക്കെയുള്ള പല പല സംവിധാനങ്ങളുണ്ട്. ഒരാൾക്ക് ഓടി പെട്ടെന്ന് പാർലമെൻറ്റിനുള്ളിലേക്കൊന്നും കടന്നു കയറുകയൊന്നും കഴിയില്ല. പാർലമെൻറ്റിനുള്ളിലേക്ക് സാധാരണ പാസ് എടുത്ത് കയറുന്ന ആളുകൾ തന്നെ പല ഘട്ടങ്ങളായി പല സ്ഥലത്ത് നിന്ന് ഈ ദേഹപരിശോധനയും മൊബൈൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മാത്രമേ ഒരാൾക്ക് അകത്ത് കടക്കുക. അങ്ങനെ ആയുധവുമായി അകത്ത് കടക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ്. അങ്ങനെയൊക്കെ കടക്കണമെന്നുണ്ടെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ എവിടെയൊക്കെയാണ് വീഴ്ച, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ചെറിയ ചെറിയ പഴുതുകൾ, എവിടെയൊക്കെ എത്രയൊക്കെ പ്രൂഫ് ഉണ്ടായാലും അവിടെയൊക്കെ ചെറിയ ചെറിയ പഴുതുകൾ കാണാം. ഈ പഴുതുകൾ അതിസൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തണം. ആ പഴുതുകൾ കണ്ടെത്തി ആ പഴുതുകളിലൂടെ തന്നെ കൃത്യമായി തന്നെ അകത്ത് കിടക്കാനുള്ള അത്ര വലിയ ഇൻ്റലിജൻസ് വേണം. അല്ലാതെ അവർക്ക് അത്തരം ഒരു സ്ഫോടനം നടത്താൻ കഴിയില്ല. അത്തരം ഒരു ശേഷി ഇപ്പോഴും അവർക്ക് ഇല്ല എന്ന് ജെയ്ഷെ മുഹമ്മദ് ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ. പഴയ ഒരു ശക്തിയിലേക്കൊന്നും ജെയ്ഷെ മുഹമ്മദ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജെയ്ഷെ മുഹമ്മദ് നടത്തിയ സ്ഫോടനങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ പ്രധാനമായും തിരഞ്ഞെടുത്തത് ഇത്തരം തെരുവുകളാണ്, ചന്തകളാണ്, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളാണ്. അവിടേക്കാണെങ്കിൽ വാഹനങ്ങൾ, ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസവും ഡൽഹി അതിർത്തി കടന്ന് ഡൽഹിയിലേക്ക് വരികയും ഡൽഹിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഈ വാഹനങ്ങളൊക്കെ റൊട്ടീനായ പരിശോധന ഉണ്ടാവും. എന്നതിനപ്പുറത്തേക്ക് ഓരോ വാഹനവും നിർത്തി ആ വാഹനത്തിനുള്ളിൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സാധനങ്ങളും ഒന്ന് അങ്ങനെ പരിശോധിച്ച് പോകുക എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ് എന്ന് തന്നെ പറയാം. ഈ ഒരു പ്രത്യേക ജാഗ്രതയുള്ള ഘട്ടത്തിലല്ലാതെ അങ്ങനെ വാഹനങ്ങൾ മുഴുവൻ നിർത്തി മുഴുവൻ പരിശോധനയും നടത്തി ഡൽഹിയിലേക്ക് കടത്തിവിടുകയും ഡൽഹിയിൽ നിന്ന് പുറത്തേക്ക്, ഡൽഹിയിൽ ജോലി ചെയ്യുന്നതിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകൾ ഡൽഹിക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളാണ്. ആ ആളുകളൊക്കെ എല്ലാ ദിവസവും രാവിലെ ഡൽഹിയിലേക്ക് വരികയും ഡൽഹിയിലൊക്കെ വലിയ ജീവിത ചെലവും അല്ലെങ്കിൽ താമസിക്കാനുള്ളതിൻ്റെ ചെലവും ഒക്കെ കണക്കാക്കി പലരും താമസിക്കുന്നത് ക്യാപിറ്റൽ ടെറിട്ടറിയിലെ മറ്റ് മേഖലയിലൊക്കെയാണ്. ഹരിയാനയിലായാലും അല്ലെങ്കിൽ യു പിയിലായാലും ഒക്കെ അതിർത്തി ഗ്രാമങ്ങളിലും അതിർത്തി സ്ഥലങ്ങളിലും ഒക്കെയാണ് നല്ലൊരു ശതമാനം ആളുകൾ താമസിക്കുന്നത്. ഇവരൊക്കെ എല്ലാ ദിവസവും കടന്നു വരികയും എല്ലാ ദിവസവും കടന്നു പോവുകയും ഒക്കെ ചെയ്താണ്. പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ പലതും, ഈ ചാന്ദിനി ചൗക്ക് മാർക്കറ്റും ഒക്കെ അവിടേക്കൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യു പിയിൽ നിന്നാലും ബീഹാറിൽ നിന്നാലും ഇതിന് കേരളത്തിൽ നടക്കമുള്ള ആളുകളൊക്കെ അവിടെയൊക്കെ പോയി സാധനങ്ങൾ വാങ്ങുകയും സാധനങ്ങൾ ഓർഡർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ വരുന്ന എല്ലാവരെയും പരിശോധിക്കുക എന്നുള്ളത് അത്രത്തോളം എത്ര പ്രായോഗികമാണെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. ആ സ്ഥലങ്ങളിലേക്കാണ് ഇവർ കടന്നു വന്നിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് ആണ് ഇപ്പോൾ ഇതിന് പിന്നിൽ സംശയിക്കപ്പെടുന്നു. ഇതൊന്നും ഉറപ്പായിട്ടില്ല. ഇതെല്ലാം പ്രാഥമികമായ ഒരു നിഗമനങ്ങൾ മാത്രമാണ്. ഇനിയിപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഇനി അല്ല ലഷ്കർ ഇ തോയ്ബ ആയാലും ഈ രണ്ട് സംഘടനകൾക്കും കഴിഞ്ഞ കുറച്ചു കാലമായി ഈ തരത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ഇൻ്റലിജൻസ് ആവശ്യമായ, ഇന്ത്യയിൽ പാർലമെൻറ്റ് അറ്റാക്ക് നടത്തിയ ശേഷം 2001 പാർലമെൻറ്റ് അറ്റാക്ക് നടക്കുന്നത് എന്ന് ആലോചിക്കണം. അതിനുശേഷം ഈ 25 വർഷത്തിനിടയിൽ ഏതെങ്കിലും ആ തരത്തിലേക്ക് ഇന്ത്യയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് മുംബൈയിലാണ് ഒരു ഭീകരാക്രമണം നടന്നത്. മുംബൈ ഭീകരാക്രമണം പോലും കടൽ വഴി വന്ന് മുംബൈ എന്ന് പറയുന്ന നഗരത്തിലേക്ക് കടക്കുകയായിരുന്നു. അല്ലാതെ ഇന്ത്യയുടെ ഒരു അധികാര ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മാത്രമാണ് അവിടെ ഒരു അധികാര ചിഹ്നം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു അടയാളമായിട്ടുള്ളത്. പാർലമെൻറ്റ് അങ്ങനെയല്ല. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏത് രാജ്യത്തിൻ്റെയും പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമാണ്. അതിനു മുകളിലൊരു ആക്രമണം നടത്തണമെങ്കിൽ അവർക്ക് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നേരിട്ട് ആക്രമിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആക്രമണം നടത്തണമെങ്കിൽ ഇവർക്ക് ഇപ്പോഴുള്ള ഈ ഭീകര സംഘടനകളുടെ എന്തായാലും നിലവിലുള്ള ശേഷി വെച്ച് ഇന്ത്യ പോലെ ഒരു രാജ്യത്തൊന്നും അങ്ങനെ ഒരു ആക്രമണം നടത്താം. ഇന്ത്യ പോലെയുള്ള രാജ്യത്തൊന്നും മാത്രമല്ല പ്രധാനപ്പെട്ട അങ്ങനെ സുരക്ഷാ സംവിധാനമുള്ള രാജ്യത്തൊന്നും ആ തരത്തിലേക്ക് ആക്രമണം നടത്താനുള്ള ശേഷിയിലേക്ക് നിലവിൽ ഈ ഭീകര സംഘടനകൾക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ അവർക്ക് സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി അവരുടെ പ്രതികാരം ചെയ്യണം, അല്ലെങ്കിൽ അവർ സാന്നിധ്യം ഉറപ്പിക്കണം. ഇവരൊക്കെ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് വലിയ തോതിൽ ഫണ്ട് ലഭിച്ചിരുന്ന സംഘടനകളാണ്. ഈ പറയുന്ന ലഷ്കർ ഇ തോയ്ബ ആയാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും. ജെയ്ഷെ മുഹമ്മദിനെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് പ്രധാനമായി ISI തന്നെയാണ് പ്രധാനമായി ഫണ്ട് ചെയ്തിരുന്നതും ആയുധ പരിശീലനം നൽകിയിരുന്നതുമെല്ലാം. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇപ്പോൾ സാമ്പത്തികമായി നിൽക്കുന്ന അവരുടെ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു, രാഷ്ട്രീയമായ അരിഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. സ്വാഭാവികമായും അവർക്ക് ആ ഫണ്ടിങ്ങിലൊക്കെ കുറവുണ്ടായിട്ടുണ്ടാവാം. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന സൗകര്യങ്ങൾ, ഇന്ത്യ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തുന്നു, കർശനമായ തിരിച്ചടികൾ നൽകുന്നു. അപ്പോൾ സ്വതന്ത്രമായി അവർക്ക് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ സ്വതന്ത്രമായി അവർക്ക് ആയുധ പരിശീലനം നടത്താനും കൂടുതൽ ആളുകളെ, ചെറുപ്പക്കാരെ എത്തിക്കുന്നതിലൊക്കെ അവർക്ക് പ്രയാസമുണ്ട്. അപ്പോൾ അവർക്ക് വീണ്ടും സാന്നിധ്യം ഉറപ്പിച്ചാൽ മതിയാവും. അങ്ങനെയുള്ള ഭീകര സംഘടനകളൊക്കെ ചെയ്യുന്നത് ഈ ആൾക്കൂട്ടത്തിനിടയിൽ സ്ഫോടനം നടത്തുക, അതാണ് ഇന്നലെയും നടന്നത് എന്ന് വേണം കരുതാൻ. അത്രയുള്ള ശേഷി മാത്രമേ ഇപ്പോഴും ജെയ്ഷെ മുഹമ്മദ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആലോചിക്കണം, ഈ സ്ഫോടനം